ജീവൻ ഉത്ഭവം മുതൽ സ്വാഭാവിക മരണം വരെ സംരക്ഷിക്കപ്പെടണം എന്ന സന്ദേശവുമായാണ് കാനഡയുടെ തലസ്ഥാനമായ ഒറ്റാവയിൽ മാർച്ച് ഫോർ ലൈഫ് റാലി നടത്തപ്പെട്ടത്. വർദ്ധിച്ചുവരുന്ന ഭ്രൂണഹത്യയും ജീവന് വില കൽപ്പിക്കാത്ത നിയമ സംവിധാനങ്ങളുടെ അതിപ്രസരവുമെല്ലാം ജീവന് ഭീഷണിയാകുന്ന സാഹചര്യം അവസാനിക്കുന്നതിനു വേണ്ടിയാണ് പ്രായവർഗ ഭേദമന്യേ ജീവന്റെ സംരക്ഷകർ ഒറ്റാവയിൽ അണിനിരന്നത്. ഒപ്പം ജീവനെ സംരക്ഷിക്കുന്നതിന് നിലവിലുള്ള ഭ്രൂണഹത്യ അനുകൂല നിലപാടുകൾ സർക്കാർ സംവിധാനങ്ങൾ റദ്ദ് ചെയ്യുക, ജീവന്റെ സംരക്ഷണത്തിന് അനുകൂലമായ നിയമങ്ങൾ രൂപകൽപ്പന ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രോലൈഫ് ആനുകൂലികൾ മാർച്ച് ഫോർ ലൈഫിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാനഡയിൽ നടന്ന മാർച്ച് ഫോർ ലൈഫ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. കുട്ടികളും മുതിർന്നവരും കാനഡയിൽ ജോലിക്കും പഠനത്തിനും മറ്റുമായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരും ജീവനു വേണ്ടി ഒരു കുടക്കീഴിൽ നിലകൊള്ളുന്ന കാഴ്ചയ്ക്കാണ് ഒറ്റാവ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. നൈറ്റ്സ് ഓഫ് കൊളംബസ്, 40 ഡേയ്സ് ഫോർ ലൈഫ് തുടങ്ങിയ വിവിധങ്ങളായ പ്രൊലൈഫ് സംഘടനകൾ സമന്വയിച്ചുകൊണ്ടാണ് മാർച്ച് ഫോർ ലൈഫ് നടത്തപ്പെട്ടത്. അനേകം സാമൂഹിക, രാഷ്ട്രീയ, മതപ്രമുഖർ റാലിയിൽ സംബന്ധിച്ച് തങ്ങളുടെ പ്രൊലൈഫ് നിലപാട് വ്യക്തമാക്കിയതും ഏറെ ശ്രദ്ധേയമായി. ജീവൻ സംരക്ഷിക്കുക എന്ന ആശയം ഉയർത്തിക്കാണിക്കുന്ന വാക്യങ്ങൾ രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകൾ കൈയിലേന്തിയും ജീവൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കിയുമാണ് ജീവന്റെ സംരക്ഷകർ റാലിയിൽ പങ്കെടുത്തത്. ദൈവത്തിന്റെ ദാനമാണ്, മക്കൾ ദൈവത്തിന്റെ സമ്മാനമാണ്. ഈ കാനഡയുടെ തലസ്ഥാന നഗരിയില് നമുക്ക് മുൻപിലും പിൻപിലുമായിട്ട് ഒരുപാട് ജലക്കൂട്ട് നമുക്ക് കാണാനാവും. അപ്പോൾ ഈ കാനഡയില് ഒരു വലിയ നന്മയാണ്. ഇത്രയും മക്കള് ജീവനെ സ്നേഹിക്കുകയും തമ്പുരാൻ ആദരിക്കുന്ന ജീവനെ ആദരിക്കുകയും അത് വളർത്തുവാനായിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഈ ഒരു വലിയ സമൂഹത്തോടൊപ്പം നമുക്ക് പങ്കുചേരാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കാനഡയുടെ തലസ്ഥാന നഗരിയായ ഒട്ടാവയിൽ എല്ലാ വർഷവും നടക്കപ്പെടുന്ന മാർച്ച് ഫോർ ലൈഫിൽ ഞങ്ങൾ GCU തങ്ങൾ കാനഡയുടെ പല ഭാഗത്തുനിന്നായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അബോർഷനെതിരെ നടക്കുന്ന ഈ ഒരു വലിയ യജ്ഞത്തിൽ പ്രാർത്ഥനയോടെയും പലരും ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുമാണ് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ കത്തോലിക്കരെയും എല്ലാ മതവിശ്വാസികളെയും ഈ ഒരു പ്രയത്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ എത്തിക്കുന്നു. അതുപോലെ തന്നെ പല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് പ്രോ ചോയ്സ് ആൾക്കാരൊക്കെ വെർബലായിട്ടൊക്കെ ഒത്തിരി അബ്യൂസൊക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ വിശ്വാസ സംഭവം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ GCUത്തിൻ്റെ പേരിലും ഞങ്ങളെ ഇവിടെ മലയാളി കമ്മ്യൂണിറ്റി പേരിലും ഇതിനെല്ലാവിധ ആശംസകൾ നേരുന്നു. കാനഡയുടെ തന്നെ തലസ്ഥാന നഗരിയായ ഓട്ടവയുടെ പാർലമെന്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എല്ലാ വർഷവും മെയ് മാസത്തിൽ നടന്നു വരുന്ന മാർച്ച് ഫോർ ലൈഫാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭ്രൂണഹത്യയും ദയാവധവും സർവ്വസാധാരണവും നിയമപരവുമാണ് കാനഡയിൽ. ഇതിനെതിരെ ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല എന്ന ദൈവവചനവും മുൻനിർത്തിയാണ് മാർച്ച് ഫോർ ലൈഫുകാർ ഈ തവണ രംഗത്ത്. ഈ മാർച്ചിൽ പങ്കെടുക്കാനായി ജാതി, വർണ്ണ, വർഗ, പ്രായഭേദ്യമന്യേ കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇത്തവണയെങ്കിലും ഗവൺമെന്റും മന്ത്രിമാരും ഇതിന് അനുകൂലമായൊരു നിയമം പാസ്സാക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ. ഇതിനെതിരെ മൈ ചോയ്സ് മൈ ബോഡി എന്ന മുദ്രാവാക്യവുമായി ഒരു ചെറിയ സംഘം ആളുകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ മാർച്ചിനെ എതിർക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. കാനഡയുടെ തലസ്ഥാനമായ ഒട്ടവ നഗരിയിൽ നിന്നും ഷേക്യാന ന്യൂസിന് വേണ്ടി ജസീന മാത്യു.